ഹലോ, എൻ്റെ എല്ലാ +1 വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങാൻ പോവുകയാണ് കേട്ടോ. ഹാഫ് ഇയർലി എക്സാം ഇങ്ങ് അടുത്ത് കഴിഞ്ഞു. അപ്പോൾ ടെൻഷനൊന്നും വേണ്ട. ഇതാ സൺറൈസ് ഓൺ ദ ഹിൽസ് എന്ന് പറഞ്ഞ ചാപ്റ്ററായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, ഈ ഒരു പോയത്തെക്കുറിച്ച് പറയുമ്പം നമ്മൾ ഓർക്കേണ്ട ആദ്യത്തെ കാര്യം, ഇത് എഴുതിയതാരാണ്? ഇറ്റ് ഈസ് റിട്ടൺ ബൈ H.W. ലോങ്ഫെല്ലോ. ഈ H.W. ലോങ്ഫെല്ലോ എന്നുള്ളത് നമ്മൾ എഴുതിയിരിക്കുന്നത് എൻ്റെ തൊട്ട് താഴ്ന്ന എന്താ എഴുതിയിരിക്കുന്നത്? ഹി ഈസ് ആൻ ഇൻഫ്ലുവൻഷ്യൽ അമേരിക്കൻ പോയറ്റ് അല്ലേ? ഈ ഒരു കാര്യം ഇൻഫ്ലുവൻഷ്യൽ അമേരിക്കൻ പോയറ്റാണ്. ആൻഡ് ഈ ഒരൊറ്റ പോയിൻ്റ് മിസ് എഴുതിയിട്ടുള്ളൂ. കാരണം എന്താണ്? ഒരു പോയം വായിക്കുമ്പം അല്ലെങ്കിൽ ഒരു സ്റ്റോറി വായിക്കുമ്പം നമ്മുടെ മനസ്സിൽ അത് എഴുതിയ ആളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഈ ഒരു കേസിൽ ഈ പോയം എഴുതിയിരിക്കുന്നത് H.W. ലോങ്ഫെല്ലോ ആണ്. H.W. ലോങ്ഫെല്ലോ ആരാണ്? ഹി വാസ് ആൻ ഇൻഫ്ലുവൻഷ്യൽ അമേരിക്കൻ പോയറ്റ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നാൽ തന്നെ നമുക്ക് ഒരു പോയിന്റിനുള്ള ഒരു മാർക്ക് കിട്ടിക്കഴിയും. ഓക്കെ, സോ ആൻഡ് ഇവിടെ അടുത്തത് വരുന്നത്, ഇതിൻ്റെ മെയിൻ തീം ഓഫ് ദ പോയം എന്താണ്? മാഗ്നിഫിഷ്യൻറ്റ് ബ്യൂട്ടി ഓഫ് നേച്ചർ ആണ് ഈ ഒരു പോയത്തിൽ കാണാനായിട്ട് സാധിക്കുക. ആൻഡ് സെറ്റിംഗ് ഓഫ് ദ പോയം എന്താണ്? ഓൺ ദ ഹിൽസ് വാച്ചിങ് സൺറൈസ്. ആൻഡ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റാൻസ ഓഫ് ദ പോയം എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ഓഫ് ദ പോയറ്റ് ആണ്. ലാസ്റ്റ് സ്റ്റാൻസ എന്ന് പറയുന്നതോ അഡ്വൈസ് ഓഫ് ദി പോയറ്റ്. ആൻഡ് ദിസ് പോയം ഇസ് റിച്ച് ഇൻ വിഷ്വൽ ആൻഡ് ഓഡിറ്ററി ഇമേജ്. ഇതിൽ നമ്മുടെ ലോങ്ഫെല്ലോ ആദ്യം തന്നെ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ്. അദ്ദേഹം ഒരു കുന്നിമുകളിലേക്ക് ചെന്നെത്തുന്നു. അവിടെ എത്തുമ്പോൾ കാണുന്ന ഒരു മെസ്മറൈസിങ് ബ്യൂട്ടി ഓഫ് നേച്ചറിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ സങ്കടങ്ങളും മറന്നു പോയിട്ട് പുതിയൊരു തുടക്കം പോലെ അദ്ദേഹം ജീവിതത്തിൽ പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. ആ അതാണ് ഇതിൻ്റെ ബേസിക് തീം. ഈ സൺറൈസ് ഓൺ ദ ഹിൽസ് ബൈ H.W. ലോങ്ഫെല്ലോ എന്നുള്ള ഒരു പോയം മനസ്സിൽ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഓർത്തോണം, മെയിൻലി ഡീൽസ് വിത്ത് ദ മാഗ്നിഫിഷ്യൻറ്റ് ബ്യൂട്ടി ഓഫ് നേച്ചർ. നേച്ചറാണ് പ്രധാന ക്യാരക്ടർ എന്ന് പറയുന്നത്. എന്താണ്? നേച്ചറാണ്. വെറും നേച്ചറാണോ? അല്ല, പകരം മാഗ്നിഫിഷ്യൻറ്റ് ബ്യൂട്ടി ഓഫ് നേച്ചറാണ് ഈ ഒരു പോയത്തിൽ കാണാൻ സാധിക്കുക. അതേപോലെ തന്നെ സെറ്റിംഗ് എന്ന് പറയുന്നത് എവിടെയാണ്? അദ്ദേഹം ഒരു കുന്നിൻ പുറത്താണ് അല്ലേ? വേറെ എവിടെയല്ല. ബീച്ചിലാണോ? അല്ല. വല്ല റെസ്റ്റോറൻറ്റിലും ചെന്ന് ആശ്വസിക്കാനായിട്ട് നിൽക്കുകയാണോ? അതുമല്ല. ഒരു കുന്നിൻ പുറത്ത് ചെന്നിട്ട് മെസ്മറൈസിങ് ബ്യൂട്ടി ഓഫ് നേച്ചർ അദ്ദേഹം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റാൻസ മൂന്നായിട്ട് ഈ പോയം ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആദ്യത്തെ സ്റ്റാൻസയും സെക്കൻഡ് സ്റ്റാൻസയും അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസുകളാണ്. അവിടെ ചെന്ന് നിൽക്കുമ്പം എന്തൊക്കെ കാണുന്നു, എന്തൊക്കെ അറിയാൻ സാധിക്കുന്നു, എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നു, സ്വന്തമായിട്ട് എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നു, അതാണ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റാൻസയിൽ കാണാം. എന്നാൽ ലാസ്റ്റ് സ്റ്റാൻസയിലേക്ക് വരുമ്പോഴോ ഈ അനുഭവിച്ച കാര്യങ്ങളിൽ കൂടെ എല്ലാം അദ്ദേഹം എന്തൊക്കെയോ ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ റീഡേഴ്സിലേക്ക് എത്തിക്കുകയാണ് ലാസ്റ്റ് സ്റ്റാൻസയിലെ അഡ്വൈസ് ഓഫ് ദ പോയറ്റ് കൂടെ ഉദ്ദേശിക്കുന്നത്. ഈ ഫസ്റ്റ് സ്റ്റാൻസ ആണെങ്കിലും സെക്കൻഡ് സ്റ്റാൻസ ആണെങ്കിലും തേർഡ് സ്റ്റാൻസ ആണെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഭയങ്കര കാവ്യാത്മകതയോടെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. റിച്ച് ഇൻ വിഷ്വൽ ആൻഡ് ഓഡിറ്ററി ഇമേജ് ആണ് കേട്ടോ. വളരെയധികം ഓഡിറ്ററി ആയിട്ടുള്ള ഇമേജസ് ഉണ്ടാവും. കേൾക്കുന്ന രീതിയിലുള്ള കാവ്യാത്മകമായി പലതും പറഞ്ഞിട്ടുണ്ട്. കണ്ടറിയുന്നതായിട്ടുള്ള വിഷ്വൽ ആയിട്ടുള്ളതുണ്ടാവും. അങ്ങനെ പല ഇഫക്ട്സിൽ കൂടെ ഭയങ്കര കാവ്യാത്മകമായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മളെ റീഡേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ പോയമാണ്. ഓക്കെ, സോ ഈ ഒരു പിക്ചർ എല്ലാവരും കണ്ടല്ലോ അല്ലേ? ദാറ്റ് ഈസ് ദ സൺറൈസ് ഓൺ ദ ഹിൽസ്. കാണുമ്പോൾ തന്നെ മനസ്സിനൊരു ആശ്വാസമുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പിന്നെ ഒരു കാര്യം ടീച്ചറിന് പ്രത്യേകം പറയാനുള്ളത്, ഹാഫ് ഇയർലി എക്സാമിങ് അടുത്തിരിക്കുകയാണ്. അപ്പം എല്ലാത്തിൻ്റെയും ലൈൻ ബൈ ലൈൻ ആയിട്ട് പറയാൻ നമുക്ക് പോസിബിൾ ആണോ? അല്ല, സമയം വളരെ കുറവാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്, അതോടൊപ്പം തന്നെ വരാൻ ചാൻസ് ഉള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡീൽ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് എന്താണ് കമൻറ്റ് ചെയ്യുക. എനിക്ക് മാക്സിമം നമുക്ക് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കാനും കൂടെ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ഇതിലേക്ക് പോകുമ്പം ഫസ്റ്റ് സ്റ്റാൻസ ഓഫ് ദ പോയം. On the hills, the poet stood mesmerized by the beauty unfolding before him. അപ്പോൾ കുന്നിൻപുറത്ത് ചെന്ന് H.W. ലോങ്ഫെല്ലോ നിൽക്കുമ്പം ഹീസ് മെസ്മറൈസ്ഡ്, അതിലിങ്ങനെ മുഴുകി ചേർന്നിരിക്കുകയാണ്. ഇങ്ങനെ കണ്ടിട്ട് ഇതൊക്കെ ഉണ്ട് എന്നുള്ളൊരു രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യല്ല, അതിൽ മുഴുകി ചേർന്നിരിക്കുകയാണ്. ബ്യൂട്ടി അൺഫോൾഡിങ് ബിഫോർ ഹിം, അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് വരുന്ന ഓരോ കാഴ്ചകളും ആ ഒരു സൗന്ദര്യവും ആ ഒരു റിലാക്സിങ് മൂഡ് ഓഫ് നേച്ചർ അദ്ദേഹം വളരെയധികം എക്സ്പീരിയൻസ് ചെയ്യുകയാണ്.
The sunrise painted the sky in vibrant hues, creating the broad arch of heaven that enchanted the observer. ഇവിടെ ദ ബ്രോഡ് ആർക്ക് ഓഫ് ഹെവൻ എന്നുള്ള ഒരു പോയിന്റ് നിങ്ങൾ മറക്കരുത്. പോയത്തിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് മിസ് എടുത്ത് വെച്ചതാണ്. എന്തിനാണ് ഇത്? എന്താണ് പോയറ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ സ്കൈ. നമ്മുടെ ആകാശം കാണുന്നതിനെയാണ് ഹെവൻ്റെ വാതിൽ പോലെ എന്നൊക്കെ പറഞ്ഞ് ഇപ്പം മനസ്സിലായോ എന്താണ് ഒരു ഇമേജറി കൊണ്ട് ഉദ്ദേശിച്ചതെന്നുള്ളത്? വിഷ്വൽ ഇമേജറിയാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ സ്വർഗത്തിൻ്റെ കവാടം പോലെയുള്ള സ്കൈയിലേക്ക് അദ്ദേഹം കണ്ടു. അവിടെ കയറി നിന്ന് എല്ലാം ഒബ്സർവ് ചെയ്യുകയാണ്. ആൻഡ് ഹി ഈസ് മെസ്മറൈസ്ഡ് ബൈ ദ ബ്യൂട്ടി ഓഫ് ദി നേച്ചർ. As light returned, the trees sparkle and gentle winds caress the sun-kissed valley below. ഇങ്ങനെ സൂര്യൻ ഉദിച്ചു വരുന്ന ആ ഒരു സമയം ക്ലൗഡ്സ് എല്ലാം മാറി വെളിച്ചം വന്ന് അവിടെയുള്ള വാലിയിലുള്ള ട്രീസും ബാക്കിയുള്ളതെല്ലാം ആ ഒരു ഫോറസ്റ്റ് ഏരിയ നമുക്ക് ക്ലിയർ ആയിട്ട് വരികയാണ്. ആൻഡ് ജെൻറ്റിൽ വിൻസ് കെയർസ് ദ സൺ കിസ്ഡ് വാലി. മെല്ലെ അടിക്കുന്ന ഈ ഇളം കാറ്റുകൾ നമ്മുടെ വാലി മൊത്തം കിസ് ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് ഇതേപോലെ ഇളം കാറ്റായിട്ട് വന്ന് ആ വാലി ഫുൾ കിസ് ചെയ്തു പോയി. ആൻഡ് അതും എന്താണ്? ഇമേജറിയാണ്, വിഷ്വൽ ഇമേജറിയാണ്. നിങ്ങൾക്ക് ഊഹിക്കാൻ അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇത്രയും വിഷ്വൽ ഇമേജറി പോയിട്ട് ഇൻക്ലൂഡ് ചെയ്യുമ്പം നിങ്ങൾക്കതും ഇമാജിൻ ചെയ്യാനും കൂടെ സാധിക്കണം. ആൻഡ് low-hanging clouds surrounded the poet, bathed in the soft glow of the morning light, resembling a mystical assembly in the forest. അപ്പം ഇതെല്ലാം മാറി, ക്ലൗഡ്സ് എല്ലാം മാറി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ദ ഗ്ലോ ഓഫ് ദ മോർണിംഗ് ലൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി റിമാർക്കബിൾ ആൻഡ് റിസംബ്ലിങ് എ മിസ്റ്റിക്കൽ അസംബ്ലി. ഒരു മിസ്റ്റിക്കൽ അസംബ്ലി പോലെയാണ് ആ ഒരു ഫോറസ്റ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. The parting clouds revealed a scene reminiscent of the defeated soldiers slowly withdrawing from the battlefield. ആദ്യം കുന്നിൻ മുകളിൽ കയറി നിൽക്കുമ്പം നമുക്ക് കുന്നിൻ്റെ അവിടേക്ക് നോക്കുമ്പോൾ, വാലിയിലേക്ക് നോക്കുമ്പോൾ ഫുൾ ക്ലൗഡ്സ് ആണ്, മഞ്ഞും ഇളങ്കാറ്റും ഒക്കെ. ആ സമയത്താണ് സൺറൈസ് ഓൺ ദ ഹിൽസ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ സൺറൈസ് ഒക്കെ വന്ന് ലൈറ്റൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ക്ലൗഡ്സ് ഒക്കെ ഇങ്ങനെ പതുക്കെ വഴി മാറാനായിട്ട് തുടങ്ങി. നമുക്കപ്പം വാലി കാണാം, ഫോറസ്റ്റ് കാണാം, ബാക്കിയുള്ള സീൻസ് എല്ലാം ആ റൂഫിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ കാണുന്ന സീൻസ് എല്ലാം വളരെ ക്ലിയർ ആയി കഴിയും. അപ്പോൾ ആ മാറുന്ന പാർട്ടിംഗ് ക്ലൗഡ്സിനെ അദ്ദേഹം എന്തുമായിട്ടാണ് കമ്പയർ ചെയ്തത്? ലൈക്ക് ദി ഡിഫീറ്റഡ് സോൾജിയേഴ്സ് അല്ലേ? ഒരു ആർമിയിൽ നിന്ന് സോൾജിയേഴ്സ് എങ്ങനെയാണോ വഴിമാറി പോകുന്നത് അതേപോലെയാണ് ആ ക്ലൗഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടീഷൻ ചെയ്ത് പോയത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ആൻഡ് നെക്സ്റ്റ്, amidst the fading haze, numerous treetops emerged, and the poet noticed the stark beauty of black pine trees swaying on the cliff. ആ ക്ലിഫിൽ നിൽക്കുമ്പം, ആ ഒരു ഹിൽ ടോപ്പിൽ നിൽക്കുമ്പം ക്ലൗഡ്സ് എല്ലാം മാറി വ്യൂസ് എല്ലാം വളരെ ക്ലിയർ ആയി വരുമ്പോഴാണ് അദ്ദേഹം ആദ്യം മൗണ്ടൻ പീക്ക് ആണെന്ന് കരുതിയിരുന്ന പലതും ഒറിജിനലി അതെന്തായിരുന്നു? നമ്മുടെ പൈൻ ട്രീസിൻ്റെ ടോപ്പായിരുന്നു. ബ്യൂട്ടി ഓഫ് ദ ബ്ലാക്ക് പൈൻ ട്രീസ് സ്വേയിങ് ഇൻ ദ ക്ലിഫ്. ആ വാലി ഫുൾ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ബ്യൂട്ടിഫുൾ പൈൻ ട്രീസ് ആണ് അദ്ദേഹം ക്ലിയർ ആയി അദ്ദേഹത്തിൻ്റെ വിഷനിലേക്ക് വന്നത്. With the dispersing clouds, the fertile valley below bloomed in the warm embrace of the rising sun. ആ റൈസിങ് സൺ അത്രയും ഉദിച്ച് ആ സൂര്യോദയം വരുമ്പോൾ ആ ഒരു ബ്യൂട്ടിഫുൾ പിക്ചർ നിങ്ങൾ എല്ലാവരും മനസ്സിൽ ഇമാജിൻ ചെയ്യുന്നുണ്ടോ? ആ ഒരു ഞാൻ ആദ്യം കാണിച്ച ക്ലിപ്പിൽ ഉണ്ടായിരുന്നില്ല ആ ഒരു വ്യൂ. ആ ഒരു വ്യൂവിൽ വളരെ മനോഹരമായിട്ടുള്ള സൺറൈസിൻ്റെ സമയത്ത് ക്ലൗഡ്സുകളൊക്കെ വഴി മാറുമ്പം നമ്മൾ കാണുന്നത് എന്താണ്? ബ്യൂട്ടിഫുൾ വാലി കാണുന്നുണ്ട്, അതിൽ മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ബ്ലാക്ക് പൈൻ ട്രീസ് കാണുന്നുണ്ട്. റൂഫിൽ നിന്ന് നോക്കുന്നത് കൊണ്ട് തന്നെ, ഹില്ലിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് നോക്കുന്നത് കൊണ്ട് തന്നെ എല്ലാത്തിൻ്റെയും ആ ഒരു മൗണ്ടൻ പീക്ക് പോലെയുള്ള ബ്ലാക്ക് പൈൻ ട്രീസും വാലീസും എല്ലാം വളരെ ക്ലിയർ ആയിട്ടും നമുക്ക് കാണാം. ഓക്കെ, a faint echo of nature's melody resonated in the morning air, accompanied by the gentle sounds of a waking world. So it's morning time. Sunrise എന്ന് പറയുമ്പം വേറെ ഒരു രീതിയിലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. എന്താണ് ആ രീതി? നമ്മുടെ ലൈഫ്, ഉറങ്ങിക്കിടക്കുന്ന എല്ലാവരും ഉണരുന്ന സമയമാണ്, ബാക്ക് ടു ലൈഫ് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് വില്ലേജാണ്, തൊട്ട് താഴെ എന്ന് പറയുന്നത് വില്ലേജാണ്. വില്ലേജിലെ ബാക്ക് ടു ലൈഫ് വരുന്ന റൂട്ടീൻസും നമുക്ക് ക്ലിയറായി കേട്ടു തുടങ്ങി. ആൻഡ് accompanied by the gentle sounds of a waking world. So gentle sounds of a waking world എന്ന് ഉദ്ദേശിക്കുന്നത് ബാക്ക് ടു ലൈഫ് വില്ലേജ് വരാനായിട്ട് തുടങ്ങി. ബിക്കോസ് ഇറ്റ്സ് മോർണിംഗ് ടൈം, സൺറൈസ് ആണ് ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയും ക്ലിയർ ആണോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ feel free to ask any time. Okay, and as the sun ascended, human activity emerged, harmonizing with the dawn of a new day.
എക്സാക്ട്ലി നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ന്യൂ ഡോൺ ആണ്, ന്യൂ ബിഗിനിങ് ആണ്, ന്യൂ ഡേ ആണ്. ആൾക്കാർ പുതിയതായിട്ട് ജീവിതത്തിലേക്ക് പിന്നെയും ചെയ്തുകൊണ്ടിരുന്ന ജോലിയിലേക്ക് തിരിച്ചു വരികയാണ്. ആൻഡ് ഹ്യൂമൻ ആക്ടിവിറ്റി എമേർജ് ലൈക്ക് എ ഹാർമണൈസിങ് വിത്ത് ദ ഡോൺ ഓഫ് എ ന്യൂ ഡേ. അത്രയുമാണ് പറയുന്നത്. സെക്കൻഡ് സ്റ്റാൻസ വരുമ്പം ഇവിടെ കൂടുതലും കേൾക്കുന്നത്, ഫസ്റ്റ് സ്റ്റാൻസയിൽ എന്തായിരുന്നു, കൂടുതലും വിഷ്വൽ ഇമേജറി ആയിരുന്നു. സെക്കൻഡ് സ്റ്റാൻസയിൽ വരുമ്പോഴത്തേക്ക് ഓഡിറ്ററി ഇമേജ് വരാൻ തുടങ്ങി. The poet hears the flowing water and observes the river's sparkling stream in the distance. അവിടെ നിൽക്കുമ്പം എല്ലാം ഏകദേശം ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് എല്ലാം ക്ലിയർ ആയി കഴിയും. ആ സമയം എന്താണ്, ഫ്ലോയിങ് വാട്ടർ ഒഴുകുന്ന ആ താഴെക്കൂടെ ഒഴുകുന്ന സ്ട്രീമിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല ദൂരത്ത് നിന്ന് റിവറിൻ്റെ സൗണ്ട് കേൾക്കാൻ സാധിക്കും. ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കളകള ശബ്ദം, നാദം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ സൗണ്ട് അദ്ദേഹം കേട്ട് തുടങ്ങി. ആൻഡ് trees bend peacefully towards the sea along the silver coastline of the blue lake. അതൊരു വളരെ ബ്യൂട്ടിഫുൾ രീതിയിൽ നമ്മുടെ റിവറിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന രീതിയാണ്. ആ ഒരു റിവർ നല്ല കളകളം ഒഴുകുന്ന നദിയുടെ ഇരുവശത്തുമായിട്ട് രണ്ട് സൈഡിലുമായിട്ട് ട്രീസ് നിറഞ്ഞു നിൽക്കുകയാണ്. അവരിങ്ങനെ ബെൻഡ് ചെയ്ത് നടുക്കൂടെ ഒരു ബ്യൂട്ടിഫുൾ ലേക്ക് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി ഒഴുകുന്നു. ആ രണ്ട് സൈഡിലോട്ടും ട്രീസ് ഇങ്ങനെ കൂട്ടത്തോടെ ബെൻഡ് ചെയ്ത് നിൽക്കുകയാണ്. ആ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു വൈറ്റ് വാട്ടർ ആണെങ്കിൽ തന്നെ ഇവരുടെ ഈ ഒരു ഷെയ്ഡ് കാരണം നമുക്ക് എന്താണ് തോന്നുന്നത്, ഒരു ബ്ലൂ അല്ലെങ്കിൽ ഒരു ഡാർക്ക് സർഫസ് പോലെയാണ് നമുക്ക് വാട്ടർ ഫീൽ ചെയ്യാൻ സാധിക്കുക. The wonderful sound of the village bell resonates far and wide in the valley. അത്രയും മനോഹരമായ ഒരു ബ്യൂട്ടിഫുൾ ലേക്കിൽ അല്ലെങ്കിൽ ആ ഒരു വ്യൂയിലേക്ക് വില്ലേജിൻ്റെ എന്താണ്, വില്ലേജ് ബെൽ റെസൊനേറ്റ്സ് ഫാർ ആൻഡ് വൈഡ് ഇൻ ദ വാലി. അതായത് വില്ലേജ് എന്ന് പറയുമ്പോഴത്തേക്ക് അടുത്തുള്ള ഗ്രാമം, ബെല്ലെന്ന് ഉദ്ദേശിക്കുന്നത് ലൈഫ് ഓഫ് സൗണ്ട്സ് അല്ലേ, അല്ലാതെ അവിടെ നിന്ന് ബെല്ലടിച്ചു എന്നാണോ, അല്ല. ലൈഫ് ഓഫ് എന്താണ്, സൗണ്ട് ഓഫ് ലൈഫ്, നമ്മുടെ ജീവിതത്തിൻ്റെ സൗണ്ട്. അതായത് ആളുകൾ ബാക്കി ജീവിതത്തിലേക്ക് കടക്കുന്ന അല്ലെങ്കിൽ ലൈഫ് ആക്ടിവിറ്റീസിലേക്ക് കടക്കുന്ന സൗണ്ട്സ് കേട്ട് തുടങ്ങി. ഓക്കെ, വിച്ച് വാസ് ഫുൾ ഓഫ് ലൈഫ്. ആ ഒരു ലൈഫിൻ്റെ ഡെപ്താണ് ഇങ്ങനെ പറയുമ്പോൾ കാണാൻ സാധിക്കുക. And wild horns in the woods respond to the sweet village bell, creating harmonious melody. അപ്പം നമ്മുടെ പോസിറ്റീവായിട്ടുള്ള ഒരു രീതിയിലാണ് വില്ലേജ് ബെല്ലിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അല്ലെങ്കിൽ ഇത്രയും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വില്ലേജിൻ്റെ ആ ഒരു സൗണ്ട് കേട്ടു എന്നുള്ള രീതിയിലും ആക്കാം. പക്ഷെ നമുക്കിവിടെ പോസിറ്റീവ് ആക്കാം. എല്ലാം പോസിറ്റീവായിട്ട് എടുക്കണം എന്നാണല്ലോ, നമ്മുടെ ഹാഫ് ഇയർലി എക്സാം ഉൾപ്പെടെ പോസിറ്റീവായിട്ട് എടുക്കണം അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? ആണെങ്കിൽ ഒരു തംസപ്പ് ഇട്ടേക്കെ. ഓക്കെ, സോ ഇവിടെ പറയുന്നത് എന്താണ്, വില്ലേജിൽ നിന്നുള്ള ലൈഫിൻ്റെ ബെൽ സൗണ്ട് കേൾക്കുമ്പം നമ്മുടെ ഫോറസ്റ്റിൽ ഒരുപാട് ബേർഡ്സും ആനിമൽസും ഒക്കെ ഉണ്ടാകും. ആൻഡ് ഇവിടെ വൈൽഡ് ഹോൺ എന്ന് ഉദ്ദേശിക്കുന്ന വൈൽഡ് ഔളില്ലേ, മൂങ്ങ. അപ്പോൾ ആ ഔള് ഈ സൗണ്ട് കേൾക്കുന്നതനുസരിച്ച് ഔൾസും അതിൻ്റേതായ രീതിയിൽ സൗണ്ട് ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു ഹാർമോണിയസ് വേയിൽ വില്ലേജിലെ ഹ്യൂമൻ ആക്ടിവിറ്റിയും ഇവിടെ വൈൽഡ് ഹോൺസിൻ്റെ ആക്ടിവിറ്റിയും കൂടെ കമ്പൈൻ ചെയ്ത് ആ ഫോറസ്റ്റ് ഫുൾ വളരെ ഒരു മ്യൂസിക്കൽ കോൺസേർട്ട് നടന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കാം. ആ ഒരു ഹാർമണി ഓഫ് നേച്ചർ ആൻഡ് ഹ്യൂമൻ ബീങ്സ് ആണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണോ? സെറ്റല്ലേ? ഞാൻ പിന്നെയും ചോദിക്കുകയാണ്, സെറ്റല്ലേ? ഓക്കെ. The echoes of the village bell linger in the valley, reminiscent of thin smoke belonging from the thick leaf forest branches. ഈ ഫോറസ്റ്റിൻ്റെ ബ്രാഞ്ചസ് ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്ന ഈ ഒരു മരങ്ങളിൽ നിൽക്കുന്ന ഫോറസ്റ്റിൻ്റെ അതിലെ നമുക്ക് ഈ വില്ലേജിൽ നിന്ന് വരുന്ന പുകപടലങ്ങൾ കാണാനായിട്ട് സാധിക്കും. അതും ഈ നെഗറ്റീവ് രീതിയിൽ എടുക്കേണ്ട, വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് പോസിറ്റീവ് രീതിയിൽ എടുക്കുക. ഇതെല്ലാം റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്? ലൈഫാണ്. ഓക്കെ, ഹ്യൂമൻ ലൈഫ് സ്റ്റാർട്ട് ചെയ്തു, അതിൻ്റേതായത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഫോറസ്റ്റിലും റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ആൻഡ് ഹ്യൂമൻ ബീങ്സും ഫോറസ്റ്റിലുള്ള ക്രിയേച്ചേഴ്സ് ആണെങ്കിൽ പോലും വളരെ ഹാർമോണിയസ് ആയിട്ടാണ് ആ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ദ ഫോറസ്റ്റ് റെസ്പോൺസ് ടു ദ സഡൻ കോൾ ഓഫ് ദി വൈൽഡ് ഹോൺസ് ക്രിയേറ്റിംഗ് എ സെറൈൻ ആൻഡ് എൻചാന്റിംഗ് അറ്റ്മോസ്ഫിയർ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ രണ്ട് സൗണ്ട്സും കൂടെ കമ്പൈൻ ചെയ്ത് അവിടെ ഒരു ബ്യൂട്ടിഫുൾ ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു മെലഡി തന്നെ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയാം. And coming on to the last stanza, which is the third stanza, it actually reflects the advice of the poet. ഇത്രയും നേരം അദ്ദേഹം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഓഡിറ്ററി പിന്നെ അങ്ങനത്തെ ഇമേജറി ആണ് കാണിച്ചത്. എന്നാൽ ലാസ്റ്റ് സ്റ്റാൻസയിൽ വരുമ്പം ഈ കണ്ട ഇമേജസിൽ നിന്നെല്ലാം ഉൾക്കൊണ്ടതിൽ നിന്ന് ഒരു പാഠം, ഒരു ലൈഫ് ലെസൺ അദ്ദേഹം പഠിക്കുകയും അത്
പ്രേക്ഷകരല്ല റീഡേഴ്സിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ നമുക്കൊരു ഫോണും എടുത്തിട്ട് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ, കാണൂ ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അന്നത്തെ കാലത്ത് അത് പോസിബിൾ അല്ലാത്തത് കൊണ്ടും അദ്ദേഹം അതേപോലൊരു ലെജൻഡ് ആയതുകൊണ്ടും എങ്ങനെയാണ് പോർട്രേ ചെയ്യുന്നത് ഈ തീംസ് എല്ലാം കാവ്യാത്മകത നിറഞ്ഞ പോയത്തിൽ കൂടെയാണ് ചെയ്യുന്നത്. ആൻഡ് തേർഡ് സ്റ്റാൻസ റെപ്രസെൻറ്റ് ചെയ്യുന്ന തീംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, when exhausted or facing difficult times, the poet suggests seeking solace in nature. എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ, ലൈഫിൽ ഡിപ്രഷൻ വന്നിട്ട് എനിക്ക് വയ്യ എന്നുള്ളൊരവസ്ഥയാണോ, അത് ഈ എക്സാം ടെൻഷനും വേറെ ടെൻഷനും എല്ലാം കൂടി ആയിട്ട് ഈ നാട് വിട്ട് പോകാൻ തോന്നുന്നുണ്ടോ, അങ്ങനെയുള്ള അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ഭൂമിയിലേക്ക് നേച്ചറിലേക്ക് ഇറങ്ങി ചെല്ലുക, അവിടെ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരവുണ്ടെന്നാണ് പറയുന്നത്. ഇത് ഞാൻ ഇപ്പോൾ പറഞ്ഞു എന്ന് വെച്ചിട്ട് ഈ ക്ലാസ് നിർത്തി വെച്ചിട്ട് നിങ്ങൾ ആരും പോകണ്ട, ഇവിടെ ഇരുന്നോ, നിങ്ങളുടെ ബാക്കി പ്രശ്നങ്ങളുടെ ഉത്തരം ഇനി വരുന്ന സ്ലൈഡ്സിലുണ്ട് കേട്ടോ. ഓക്കെ, so to overcome sorrows and find rejuvenation, the advice is to travel to the forest and hills. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, ഡിപ്രഷനോ സങ്കടമോ ടെൻഷനോ ജീവിക്കേ വേണ്ട എന്ന് തോന്നുന്ന ഒരവസ്ഥയാണെങ്കിൽ എങ്ങോട്ട് പോവാ, കാടുകളിലേക്ക് പോവാ, ഹിൽസിലേക്ക് പോവാ, പ്രകൃതിയിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുക, അവർ നമ്മളെ സ്വീകരിച്ചോളും, എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാക്കും എന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ കാലത്ത് എത്രത്തോളം പോസിബിൾ ആണെന്ന് അറിയില്ല, ആ പോക്ക് പോയാൽ ചിലപ്പോൾ അവിടെ തന്നെ നിൽക്കേണ്ടി വരും. ബട്ട് സ്റ്റിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളുകൊണ്ട് മുന്നോട്ട് പോവാം. സോ എ വാക്ക് ഇൻ നേച്ചർ ഇസ് റെക്കമെൻഡഡ് ടു discover something that revitalizes the heart and awakens the soul. നമ്മുടെ ഒരു സോളിനെ ഒന്നും കൂടി ഒന്ന് അവേക്കൺ ചെയ്യണമെങ്കിൽ, നമ്മുടെ ഒരു സെൽഫ് റിയലൈസേഷൻ ഉണ്ടാവണമെങ്കിൽ, ഈ കാണുന്ന പ്രശ്നങ്ങളെല്ലാം ജസ്റ്റ് ടെമ്പററി ആണ്, പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ നമ്മുടെ സ്വന്തം ഉള്ളിലാണെന്നുള്ളൊരു റിയലൈസേഷൻ നിങ്ങൾക്ക് ഉണ്ടാവണമെങ്കിൽ ഗോ ബാക്ക് ടു നേച്ചറിലേക്ക് ഇറങ്ങിച്ചെല്ലുക, അവിടെ നിങ്ങൾക്കുള്ള ആൻസർ ഉണ്ടെന്നാണ് പറയുന്നത്. Nature's beauty remains undiminished by tears of despair, offering a timeless source of comfort and inspiration. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നേച്ചറിൻ്റെ ബ്യൂട്ടിയുടെ മുന്നിൽ അതൊന്നും ഒന്നുമല്ല എന്നാണ് പറയുന്നത്. ഏറെക്കുറെ സത്യമാണ് അല്ലേ. ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുമ്പം അല്ലെങ്കിൽ ഒന്നിനോടും ഒരു താല്പര്യമില്ല, ഇങ്ങനെ ജീവിച്ചൊക്കെ പോന്നു എന്നുള്ളൊരവസ്ഥയുള്ളപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ഒന്ന് ട്രാവൽ ചെയ്തിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സീനറിയുടെ മുന്നിൽ ചെന്ന് നിന്നെ നിങ്ങൾക്ക് അതിൽ മെസ്മറൈസ്ഡ് ആയിപ്പോവും. ആണോ അല്ലയോ? അങ്ങനെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ലൈഫിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? ചിലവർക്കുണ്ടാവാം, ചിലവർക്കുണ്ടാവില്ല, ഇല്ലാത്തവർക്ക് ഭാവിയിൽ എന്തായാലും അനുഭവിക്കാൻ യോഗം ഉണ്ടാവും. എന്തൊക്കെയാണെങ്കിലും മക്കളെ, അങ്ങനത്തെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട്? നേച്ചറുണ്ട്. നേച്ചറിൽ ആ പ്രശ്നങ്ങൾക്കൊക്കെയുള്ള ഉത്തരങ്ങളും ഉണ്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇതായിരുന്നു ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് സ്റ്റാൻസയുടെ മെയിൻ തീം ഓഫ് ദ പോയം എന്ന് പറയുന്നത് ഇത്രയായിരുന്നു. ഇതിൽ വരാൻ ചാൻസ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഗോ ടു ദ വുഡ്സ് ആൻഡ് ഹിൽസ്, നോ ടിയേഴ്സ് ഡിം ദ സ്വീറ്റ് ലുക്ക് ദാറ്റ് നേച്ചർ വെയേഴ്സ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ മെസ്സേജ് കൺവേഡ് ഇൻ ദീസ് ലൈൻസ്? ഇത് വളരെ ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയെങ്കിലും 2 മാർക്സിന് വേണമെങ്കിൽ ചോദിക്കാം, 4 മാർക്സിന് വേണമെങ്കിൽ ചോദിക്കാം, ഇത് വേണമെങ്കിൽ ഒരു എസ്സേ വേണമെങ്കിൽ നമുക്ക് ആക്കാനായിട്ട് അത്രത്തോളം കഴമ്പുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്ന ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസർ എങ്ങനെ ആയിരിക്കണം എന്ന് ഞാൻ പറയാം. ഫസ്റ്റ് പോയിന്റ് ഇസ് ദാറ്റ് ഹീലിംഗ് ഇഫക്റ്റ് ഓഫ് നേച്ചർ ആണ് കാണുന്നത് അല്ലേ. നമ്മൾ നേച്ചറിലേക്ക് ഇറങ്ങി ചെല്ലുമ്പം നമുക്ക് മറക്കാൻ സാധിക്കുന്നതെല്ലാം മറക്കാൻ പറ്റും. അതേപോലെ എന്താണോ ഓർക്കേണ്ടാത്തത്, അതായത് മറക്കാനായിട്ട് സാധിക്കും. ഒന്നും നമ്മളെ ഹോണ്ട് ചെയ്യില്ല. അവിടെ എല്ലാത്തിനുമുള്ള ഒരു ഉത്തരവായിട്ടാണ് മദർ നേച്ചർ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അതിനപ്പോൾ എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ട്? ഹീൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ദാറ്റ്സ് വാട്ട് വി സേ ബൈ ഹീലിംഗ് ഇഫക്റ്റ് ഓഫ് നേച്ചർ. ഹീലിംഗ് ഇഫക്റ്റ് ഓഫ് നേച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ്. പ്രിവെൻസ് ഹാർട്ട് ഫ്രം ഫെയിൻറ്റിങ്. തകർന്നു പോകാൻ, നിങ്ങളുടെ ഹൃദയത്തെ തകർന്നു പോകാൻ സമ്മതിക്കില്ല അല്ലേ. ഈ പ്രകൃതി നിങ്ങളെ അങ്ങനെ ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടാവും. അങ്ങനെ പാതി വഴി വെച്ച് ഉപേക്ഷിച്ച് പോകാനുള്ളതാണോ? അല്ല, അതിന് സമ്മതിക്കില്ല. പക്ഷെ അതിന് എന്ത് വേണം? നിങ്ങൾ നേച്ചറിലേക്കും ഇറങ്ങിച്ചെല്ലണം. ഇത്രയും സപ്പോർട്ട് തരുമ്പം നമ്മൾ തിരിച്ചും അതേപോലെ തന്നെ ഇറങ്ങിച്ചെല്ലണം. അമ്മയുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ആ ഒരു സ്നേഹത്തോടെ ലാളന പ്രതീക്ഷിച്ച് നേച്ചറിലേക്ക് ഇറങ്ങിച്ചെല്ലൂ, എല്ലാ പ്രശ്നങ്ങളും തീരും. ഞാനാ പറയുന്നത്. ഓക്കെ, സോ പ്രിവെൻസ് ഹാർട്ട് ഫ്രം ഫെയിൻറ്റിങ്. ആൻഡ് തേർഡ് പോയിന്റ് ഇസ് ദാറ്റ് ഗെറ്റ് റിഡ് ഓഫ് സോറോസ്. എല്ലാ വിഷമങ്ങളും അവിടെ കഴിയും, ബാക്കിയുള്ളതൊക്കെ ടെമ്പററി. പെർമനൻറ്റ് പീസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് ഇവിടെയൊക്കെ തന്നെയാണ്. അത് കണ്ടുപിടിക്കേണ്ടത് ഇന്നർ സോളാണ്. ഇന്നർ സോളിനെ കാണണമെങ്കിൽ എവിടെ പോകണം? നേച്ചറിലേക്ക് പോകണം. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഈ പോയത്തെക്കുറിച്ചുള്ള ഓൾമോസ്റ്റ് എല്ലാം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. ഇതിപ്പോൾ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കും. ഓക്കെ,
what is the message conveyed in these lines? ഈ ഒരു പോയം, ഈ ഒരു 3 പോയിന്റ്സ് ഉണ്ടെങ്കിൽ തന്നെ ഏകദേശം എല്ലാ പോയിന്റ്സുമായി, ആൻഡ് ഇൻക്ലൂഡിങ് ദ പോയിന്റ് ഞാൻ ആദ്യത്തെ സ്ലൈഡിൽ കാണിച്ചതുപോലെ ലോങ്ഫെല്ലോ ഹൂസ് ദി ഓഥർ, ഹൂസ് ദ പോയറ്റ് ഓഫ് ദ പോയം എന്നുള്ളതും കൂടെ എഴുതുകയാണെങ്കിൽ നമുക്ക് 2 മാർക്സ്. ലോങ്ഫെല്ലോ അരമാർക്കായേ. ഹീലിംഗ് ഇഫക്റ്റ് ഓഫ് നേച്ചർ 2 പോയിന്റ്സ് ആയി, 1 മാർക്കായി. ആൻഡ് പ്രിവെൻറ്റ്സ് ഹാർട്ട് ഫ്രം ഫെയിൻറ്റിങ് കിട്ടി, പിന്നെയും പോയിന്റ് കിട്ടി, പോയിന്റും കിട്ടി, മാർക്കും കിട്ടി. ഗെറ്റ് റിഡ് ഓഫ് സോറോസ് എന്ന് പറയുമ്പോൾ 4 മാർക്സ് അല്ലെങ്കിൽ 2 മാർക്സ് അവിടെ റെഡി ആയിട്ടുണ്ട്. സോ ഈ 3 പോയിന്റ്സ് മാർക്ക് അനുസരിച്ച് ഇലോബറേറ്റ് ചെയ്യുകയും ചെയ്യാം, അതനുസരിച്ച് ചുരുക്കുകയും ചെയ്യാം. പക്ഷേ ഈ ഒരു പോയിന്റ്സ് കൊണ്ടാണ് പോയറ്റ് ആരാണെന്നുള്ളതുണ്ടെങ്കിൽ ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട്. ഈ പോയം ഏകദേശം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇനി നമുക്ക് നേച്ചറിൽ കൂടെ ഒക്കെ യാത്ര ചെയ്ത് ക്ഷീണിച്ചെങ്കിൽ ഇനി നമുക്ക് ഒരു ഹൊർല ട്രിപ്പ് തന്നെ നടത്താം. ഓക്കെ, ദ ട്രിപ്പ് ഓഫ് ലേ ഹൊർല ബൈ ഗൈഡ് എ മൂപ്പസെൻറ്റ്. ഈ ഒരു ചാപ്റ്റർ പറയുമ്പോൾ മറ്റേത് നേച്ചർ ആയിരുന്നു നിങ്ങളുടെ മനസ്സിലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ പറയുമ്പോൾ വേണ്ട ഒരൊറ്റ ഇമേജാണ് ഈ ഒരു ഹോട്ട് ബലൂണിൻ്റെ ഒരു പിക്ചർ. ഓക്കെ, ഈ ഒരു യാത്ര ചെയ്യുന്ന ഒരു പിക്ചർ എപ്പോഴും മനസ്സിലുണ്ടാവണം. വളരെ ക്ലിയർ ആയിട്ട് ഇവിടെയുണ്ട്. ആൻഡ് ഇതിൻ്റെ സമ്മറി എന്ന് പറയുന്നത് എന്താണ്? The trip of Leh Horla is Guy de Maupassant's short story. Author ആരാണെന്ന് കിട്ടിയല്ലോ, Guy de Maupassant's short story. And about a hot air balloon adventure. So ഒരു ട്രാവൽ എസ്സേ പോലെ എഴുതിയതാണ് അല്ലേ. ഹോട്ട് എയറിൽ ട്രാവൽ ചെയ്യുമ്പം അഡ്വെഞ്ചറസ് ആയിട്ടുള്ള ഒരു യാത്രയിൽ അദ്ദേഹം എക്സ്പീരിയൻസ് ചെയ്യുന്ന തിങ്സ് ആണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. Starting in the evening from Paris to Haste, 3 travelers and crew members embark on a journey detailed from inflating the balloon to landing at the Belgian borders. ആരൊക്കെയാണ് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത്? 3 travelers ഉണ്ടായിരുന്നു, ക്രൂ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് ദ ക്യാപ്റ്റൻ ഓഫ് ദി ബലൂൺ. അവരെല്ലാവരും കൂടെ ഈ ഒരു ഹോട്ട് എയർ ബലൂണിൽ ഒരു യാത്ര തിരിക്കുകയാണ് അല്ലേ. ആൻഡ് ഇറ്റ് സ്റ്റാർട്ടിങ് ഫ്രം പാരീസ്. എവിടേക്കാണ്? ബെൽജിയം ബോർഡറിലേക്കാണ് അവർ യാത്ര തിരിക്കുന്നത്. ആസ് ദ ബലൂൺ അസെൻസ്, പാരീസ് അൺഫോൾഡ്സ് ബിലോ, ക്രിയേറ്റിംഗ് എ സർറിയൽ സെൻസേഷൻ ഓഫ് ലീവിംഗ് ദ വേൾഡ് ബിഹൈൻഡ്. ഒന്നും വേണ്ട, ഒരു ബലൂൺ ഇങ്ങനെ പറത്തുമ്പം, ഒരു ഹൈഡ്രജൻ ബലൂണൊക്കെ കിട്ടിയാൽ നമ്മൾ പറത്തുമ്പോൾ ഒന്ന് കാല് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൊക്കിപ്പോയേ, അപ്പം തന്നെ നമുക്കൊരു ചെറിയൊരു ഫ്ലൈ ചെയ്യുന്നൊരു ചിലപ്പോൾ തോന്നും. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഈ ഒരു ഇതിൽ ഈ ഭൂമി തന്നെ വിട്ട് മുകളിലോട്ട് പറന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ എത്രമാത്രം ത്രില്ലിംഗ് ആയിരിക്കും അല്ലേ. എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്യും, പേടിയുണ്ടാവും, സന്തോഷമുണ്ടാവും, ഒരു അഡ്വഞ്ചറസ് ഫീൽ ഉണ്ടാവും, എല്ലാത്തിൻ്റെയും കൂടി ഒരു കോംബോ എഫക്റ്റ് ആയിട്ടുള്ള ഒരു ഫീൽ. അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റില്ല, അത് എക്സ്പീരിയൻസ് ചെയ്യുക തന്നെ വേണം. അപ്പം അതേപോലെയുള്ള ഒരു ജേർണിയിലാണ് നമ്മുടെ ഓഥറും. ആൻഡ് as the balloon ascends, Paris unfolds below, creating a surreal sensation of leaving the world. ഈ ബലൂൺ പൊങ്ങുന്ന അനുസരിച്ച് നമ്മൾ ഈ ഭൂമി മൊത്തം താഴെ ഇട്ടിട്ട് നമ്മൾ മുകളിൽ എവിടേക്കോ പോവാണ്. നമുക്കറിയില്ല ഇത് എവിടെ ചെന്ന് എത്തും എന്നറിയില്ല. ഇറ്റ്സ് ഹൈലി റിസ്ക് ഉള്ളതാണ്, അഡ്വഞ്ചറസ് ആണ്. ആ ഒരു രീതിയിൽ ഭൂമിയിൽ ഇങ്ങനെ താഴ്ന്നു പോകുന്നതും നമ്മൾ പൊങ്ങി പോകുന്നതും ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു സെൻസേഷനിലെ ആ ഒരു സെൻസേഷൻ എന്ന് പറയുന്ന ആ സെൻസേഷൻ തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്നത്. The author vividly depicts every sight, sound and smell using a bag of sand for height adjustments. ഇതപ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ആ ഒരു ബാഗ് ഓഫ് എന്തുണ്ട്, സാൻഡ് ഉണ്ട്, അതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് അത് പറക്കുകയും ഒക്കെ ചെയ്യുന്നത്. കാരണം ഈ ബലൂൺ എന്ന് പറയുന്നത് വിൻഡിൻ്റെ സ്ലേവ് ആണെന്നാണ് പറയുന്നത്, അറിയാലോ. അതനുസരിച്ചിരിക്കും. സോ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ഇസ് ദ ഡ്യൂട്ടി ഓഫ് ദി ക്യാപ്റ്റൻ. ആൻഡ് ദ ബലൂൺ എ സ്ലേവ് ടു ദ വിൻഡ്. അതാ പോയിന്റ് വന്നു കഴിഞ്ഞു. ദ ബലൂൺ എ സ്ലേവ് ടു ദ വിൻഡ് മാനേഴ്സ് ത്രൂ സൺസെറ്റ്, മൂൺ റൈസ് ആൻഡ് മിസ്റ്റ് കവേർഡ് ലാൻഡ്സ്കേപ്പ്. സൺസെറ്റിൽ കൂടെ പിന്നെ നമ്മുടെ മൂൺ റൈസിൽ കൂടെ, അതും കഴിഞ്ഞിട്ട് മിസ്റ്റ് കവേർഡ് ചെയ്തിട്ടുള്ള ലാൻഡിൽ കൂടെ ഏതൊക്കെ സ്റ്റേജസ് ആണ് അല്ല, നേച്ചറിൻ്റെ തന്നെ ഏതൊക്കെ സ്റ്റേജസ് ആണ് അദ്ദേഹം എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അതെല്ലാം കടന്ന് ബലൂണിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അപ്പോഴാണ് മക്കളെ ഒരു വലിയ ട്വിസ്റ്റ് വരുന്നത്. ഓക്കെ, എന്താണ് ആ ട്വിസ്റ്റ്? എ ഹിഡൻ സ്റ്റോം. Okay, a hidden storm adds suspense as the captain keeps it secret to prevent panic. അപ്പോഴാണ് ഒരു വലിയ സ്റ്റോം ആ വഴിക്ക് ചുമ്മാ കടന്നു പോവാണ് കേട്ടോ. പക്ഷെ നമ്മുടെ ക്യാപ്റ്റൻ വളരെ മിടുക്കനായിരുന്നു. വേണമെങ്കിൽ ഒരു കൊടുങ്കാറ്റ് വരുന്നു, നമ്മളെല്ലാം ഇപ്പം മരിക്കും എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പാനിക് ആക്കാം. പക്ഷെ അദ്ദേഹം അത് ചെയ്തോ? ഹി വാസ് സ്മാർട്ട് ഇനഫ്. അദ്ദേഹം റെസ്പോൺസിബിൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതൊരു സീക്രട്ടായിട്ട് ബാക്കിയുള്ള ട്രാവലേഴ്സിൻ്റെ അടുത്ത് അദ്ദേഹം മറച്ചു വെച്ചു. ഓക്കെ, landing just in time, Belgian peasants welcomed them before they pack up and take the morning train to Paris. So എന്താണ് അവസാനം സംഭവിക്കുന്നത്? അവർക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ കടൽ കാണാം.
കര കാണാം, എങ്ങോട്ട് വേണമെങ്കിലും പോവാം, അവിടെ വെള്ളം ഇവിടെ കര, അവിടെ വെള്ളം ഇവിടെ കര, എങ്ങോട്ട് വേണമെങ്കിലും പോവാം എന്നുള്ളൊരു അവസ്ഥയിലാണ് അവസാനം എങ്ങനെയൊക്കെ അവരെവിടെ എത്തുന്നത്, നമ്മൾ ക്രാഷ് ലാൻഡ് ചെയ്ത് അവിടെ എത്തുന്നത്. ഓക്കെ, ആൻഡ് അവിടെ ആരാണ് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്? ദീസ് പെസൻസ്, ആൻഡ് ദേ help. And the story skillfully captures the unique balloon journey through visual, auditory and olfactory experiences, allowing readers to almost share the thoughts and feelings of the travelers. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പെക്യുലിയാരിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ട്രാവലേഴ്സും ക്രൂ മെമ്പേഴ്സും ക്യാപ്റ്റനും ഒക്കെ അനുഭവിച്ച ആ ഒരു ടെൻഷൻ റീഡേഴ്സിലേക്കും അതേപോലെ എത്തിക്കാനായിട്ട് സാധിച്ചു. ഓക്കെ, അവർക്ക് ടെൻഷൻ ആകുമ്പോൾ നമുക്കും ടെൻഷനാണ്. അയ്യോ എന്താ സംഭവിക്കാൻ പോവുക, നെക്സ്റ്റ് മൊമെൻറ്റ് വാട്ട് നെക്സ്റ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് ആ ഒരു ഫീല് റീഡേഴ്സിനും കിട്ടുന്നു എന്നുള്ളതാണ് ഈ ഒരു സ്റ്റോറിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആൻഡ് സോ ദാറ്റ്സ് ആ ഒരു പാട്ടെന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്റർ അവിടെ കൊണ്ട് കഴിയുകയാണ്. മെമ്പേഴ്സ്, ട്രാവലേഴ്സ്, ക്രൂ മെമ്പേഴ്സ്, ക്യാപ്റ്റൻ ഇവരെല്ലാവരും കൂടെ പാരീസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആ ഒരു ബലൂണിൽ കൂടെ യാത്ര ചെയ്ത് ക്രാഷ് ലാൻഡ് ചെയ്ത് പെസൻസിനെ, പ്രതീക്ഷിക്കാത്ത പെസൻസിനെ കണ്ടുമുട്ടി അവരുടെ അടുത്തുനിന്നും എന്താ ഹെൽപ്പ് കിട്ടി തിരിച്ച് നാട്ടിലെത്തുന്നത് വരെയുള്ള എല്ലാ സീക്വൻസും അല്ലെങ്കിൽ എല്ലാ ലൈഫ് അപ്ഡേറ്റ്സും അതേപോലെ ബ്യൂട്ടിഫുള്ളായിട്ട് ഒന്നിനും ഒരു കോംപ്രമൈസും ഇല്ലാതെ അവർക്ക് ഫീൽ ചെയ്യുന്നത് എന്താണോ വാട്ട് ദേ ഫീൽ അതും നമ്മുടെ റീഡേഴ്സിനും അതേപോലെ തന്നെ ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു കേപ്പബിലിറ്റിയിൽ ഈ ഒരു സ്റ്റോറി എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇസ് ദാറ്റ് ജസ്റ്റ് 1 സെക്കൻഡ്, ഞാൻ ഇപ്പോൾ വരുന്നതായിരിക്കും, ആരും എവിടെയും പോയേക്കരുത്, ജസ്റ്റ് 1 മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള നിങ്ങൾക്ക് ഡൗട്ട് അടിച്ചതെല്ലാം പിന്നെയും ഡൗട്ട് അടിച്ചിട്ടുണ്ടോ? ഡൗട്ട് അടിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും കമൻ്റായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും ഞാൻ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ടുവരും. നമ്മൾ എന്താ പഠിച്ചത്? ഇത് പോയാൽ ഈ പ്രോബ്ലംസ് ഒക്കെ വളരെ ടെമ്പററി ആണ്, ഇതിപ്പോൾ തിരിച്ചു വരും കേട്ടോ. ഓക്കെ, അപ്പോൾ മക്കളെ എല്ലാം പറഞ്ഞതുപോലെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ പ്രോബ്ലം, ഞാൻ നിങ്ങളെ ഇത് പഠിപ്പിച്ചതിന് എനിക്ക് തന്നെ ഒരു ഈ ടീച്ചർ ഇതൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന് മനസ്സിലാകുന്ന രീതിയിൽ ഒരു എറർ വന്നതാണ്. ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി, ഞാനവിടെ പതറിയോ? ഇല്ല, ഞാൻ നേച്ചറിലേക്ക് ഇറങ്ങി ചെന്നു, ഇതാ ഉത്തരവ് എനിക്ക് കിട്ടി. ആ ഒരു രീതിയിൽ ഞാൻ പഠിപ്പിച്ചത് എൻ്റെ ലൈഫിൽ പ്രാക്ടിക്കൽ ആക്കിയിട്ടുണ്ടോ എന്ന് കാണാൻ പറ്റുന്ന ഒരു രീതിയിൽ നടന്ന ഒരു എക്സാമ്പിളാണ് നിങ്ങളുടെ മുന്നിൽ. ഓക്കെ, അങ്ങനെ തിയറി മാത്രമല്ല പ്രാക്ടിക്കലും കാണിച്ചുകൊണ്ടേ ടീച്ചർ പഠിപ്പിക്കുള്ളൂ. ഓക്കെ, സോ അതാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ. മൂവിങ് ഓൺ ടു തേർഡ് ചാപ്റ്റർ. ആൻഡ് കണ്ടോ, പിന്നെയും എനിക്ക് ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നമ്മൾ പഠിച്ചു, ഇതെല്ലാം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. സോ ഇനി നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് വരുമ്പം ദ സീക്രട്ട് ടേർട്ടിൽസ് ഓഫ് കണ്ടാവ്. ഇവിടെ കടവെന്ന് വായിക്കാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും, പക്ഷേ പ്രൊനൗൺസിയേഷൻ എന്താണ്? സീക്രട്ട് ടേർട്ടിൽസ് ഓഫ് കണ്ടാവ്. ഇവിടുത്തെ മെയിൻ സമ്മറി ഓഫ് ദ സ്റ്റോറി എന്ന് പറയുന്നത് എന്താണ്? ദിസ് ചാപ്റ്റർ ഈസ് ബേസ്ഡ് ഓൺ എ ഫിജിയൻ ലെജൻഡ് അബൌട്ട് ദ സീക്രട്ട് സീ ടേർട്ടിൽസ് ഓഫ് കണ്ടാവ്. കണ്ടാവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ നമ്മൾ ലെജൻഡ് എന്ന് പറയുന്നത് എന്താണ്? വാമൊഴിയായിട്ട് ഇങ്ങനെ കഥകൾ പറഞ്ഞ് ഫ്രം വൺ ജനറേഷൻ ടു അനദർ പാസ് ഓൺ ചെയ്യുന്ന സ്റ്റോറിയാണ് ലെജൻഡ് എന്ന് പറയുന്നത്.
അങ്ങനെ കേട്ട് പരിചയമുള്ള ഒരു ഫിജിയൻ ലെജൻഡാണ് ഈ സ്റ്റോറി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാവോ, ഈ ഒരു ഫോട്ടോ കാണാവോ? ഇതിൽ എന്തുണ്ട്? ഒരു ബ്യൂട്ടിഫുൾ ഐലൻഡ് ഉണ്ട്, ഈ 2 ടേർട്ടിൽസും ഉണ്ടല്ലേ ഈ ഐലൻഡിൽ. അപ്പോൾ സംതിങ് റിലേറ്റഡ് ടു ദീസ് 2 ടേർട്ടിൽസ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇറ്റ് ടെൽസ് ദ സ്റ്റോറി ഓഫ് മെയ്ഡൻസ് ഫ്രം Namoana village performing a ritual to call the turtles to the bay surface. The legend traces back to a mother and daughter transformed into turtles by sea goats to escape warriors from a neighboring village. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നമോന വില്ലേജിലാണ് സ്റ്റോറി ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇറ്റ്സ് എ ലെജൻഡ് ആൻഡ് ഇവിടെ ഒരു റിച്വൽ ഉണ്ട്, റിച്വൽ കോൾ. ഓക്കെ, to a mother and daughter transformed into turtles by sea goats to escape barriers from a neighboring village. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നമോന വില്ലേജിലാണ് സ്റ്റോറി ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇറ്റ്സ് എ ലെജൻഡ്. ഓക്കെ, ആൻഡ് നമോന വില്ലേജ് എന്നുള്ളത്. Okay, Namoana village performing a ritual to call the turtles to the bay surface. The legend traces back to a mother and daughter transformed into turtles. ഇതിൻ്റെ ലെജൻഡ് അല്ലെങ്കിൽ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് എന്താണ്? ഒരു അമ്മയും മകളും ഉണ്ട്. അവർ 2 പേരും ഐലൻഡിൽ നിന്ന് കടന്നു പോകുമ്പം അവർ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പല സന്ദർഭങ്ങളിലൂടെയും കടന്നു പോവാണ്. ഫിഷിങ്ങിന് വേണ്ടി ഇറങ്ങി ചെല്ലുന്നു, കുറച്ച് ദൂരം അങ്ങനെ ദേ ട്രാവൽ ആൻഡ് അവരെ എന്താണ് നെക്സ്റ്റ് വില്ലേജിൽ നിന്നുള്ള ആൾക്കാർ തട്ടിക്കൊണ്ട് പോകുന്നു. ആൻഡ് ബോട്ടിൽ കെട്ടിയിടുമ്പം ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സീ ഗോഡ് എന്ത് ചെയ്യുന്നു? ഇവരെ ഒരു ടേർട്ടിൽസ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ആൻഡ് അവിടെ ഒരു വലിയ സ്ട്രോങ് സ്റ്റോം ഉണ്ടാകുന്നു. ഇവരെല്ലാവരും കടലിലേക്ക് വീഴുന്നു. ആൻഡ് ഇവർ 2 പേരെയും ടേർട്ടിൽസ് ആക്കി ആ കടലിലേക്ക് വീണ് അവർ എസ്കേപ്പ് ചെയ്യാണ്. ബാക്കിയുള്ളവർ അവരുടെ വില്ലേജസിലേക്ക് തന്നെ പോകും. അപ്പം ഈ അമ്മയും മകളും, ദിസ് മദർ ആൻഡ് ഡോട്ടർ ഹു ടേൺ ഔട്ട് ടു ബി ടേർട്ടിൽസ്, അവരുടെ കഥയാണ് ഇതിൽ പറയുന്നത്. ട്രാൻസ്ഫോംഡ് ഇൻ ടു ടേർട്ടിൽസ് ബൈ സീ ഗോഡ്സ് ടു എസ്കേപ്പ് വാരിയേഴ്സ് ഫ്രം എ നെയ്ബറിംഗ് വില്ലേജ്. The maiden's ritual involves chanting, and as they sing, giant turtles rise to the surface listening to the music. ഇപ്പോഴും ഇവിടെ ഈ ഒരു നമോന വില്ലേജിൽ നിന്നുള്ള virgin ladies as part of this ritual calling, what do? They go to this place and അവിടെ ചെന്നിട്ട് നല്ല വൈറ്റ് ഡ്രസ്സിലൊക്കെ ആയിട്ട് ഒരു ചാൻറ്റിങ് ഉണ്ടാകും. ആ ചാൻറ്റിങ് കേൾക്കുമ്പം ഈ ടേർട്ടിൽസ് ഓഫ് ദ സീ ഇവരെ കാണാനായിട്ട്, സ്വന്തം വില്ലേജിൽ നിന്ന് വന്ന സ്വന്തക്കാരെ കാണാനായിട്ട് മേലോട്ട് വരും എന്നാണ് പറയുന്നത്. ഫിഷിംഗ് ഫോർ ടേർട്ടിൽസ് ഇൻ ദിസ് ഏരിയ ഇസ് ഫോർബിഡൻ. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലത്ത് ഫിഷിംഗ് ഫോർ ടേർട്ടിൽസ് ഇവരെ പിടിക്കാൻ പറ്റുമോ? ഇല്ല, ഇറ്റ്സ് നോട്ട് പോസിബിൾ ബിക്കോസ് അവർക്ക് അവിടുത്തെ ടേർട്ടിൽസിന് ഇത്രയും വലിയൊരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഉണ്ട്. അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ ഫിഷിംഗ് പോസിബിൾ അല്ല. And 2 important characters എന്ന് പറയുന്നത് Koboga and her daughter Rhodalis. ഇവർ 2 പേരുമാണ് ആ അമ്മയും മകളും. ഈ 2 പേര് മറക്കല്ലേ? നമോന വില്ലേജ്, Koboga and Rhodalis, and who were turned into turtles to escape from capture. ഈ 2 ക്യാരക്ടേഴ്സിനെയാണ് എന്താ സീ ഗോഡ് സ്നേഹം കൊണ്ട് ടേർട്ടിൽസ് ആക്കി മാറ്റുന്നത്. The chapter introduces readers to the unique cultural legend and the mysterious chanting ritual of the Namoana village woman. So, നമുക്ക് ആ ഒരു ലൊക്കാലിറ്റിയുടെ ആ ഒരു സ്ഥലം ഏതാണെന്നും അവരുടെ ഒരു സ്റ്റോറി എന്താണെന്നും അവരുടെ കൾച്ചറൽ ഈവൻസും എന്താണെന്നും we get a chance to know a lot about all these things. കാരണം ഇപ്പോൾ ഒരു Namoana village നമ്മൾ വിസിറ്റ് ചെയ്യുകയാണ്. If we see such a ritual, we would be definitely asking about the history. And then we have this beautiful history over here. അങ്ങനെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ കാര്യങ്ങൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കുകയാണ് ആ സ്ഥലത്തെക്കുറിച്ച്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ കൾച്ചറൽ ലെജൻഡ് ആൻഡ് ദ മിസ്റ്റീരിയസ് ചാൻറ്റിംഗ് റിച്വൽ ഓഫ് ദ നമോന വില്ലേജ് വുമൻ. ആ ഒരു നമോന വില്ലേജിലുള്ള വുമൻ്റെ ഒരു പാർട്ട് ഓഫ് ലൈഫാണ് ഈ ഒരു ടേർട്ടിൽ കോളിംഗ് അല്ലെങ്കിൽ കോളിംഗ് എന്നുള്ള ഒരു റിച്വൽ. ആൻഡ് ഇറ്റ്സ് സച്ച് എ വെരി ബ്യൂട്ടിഫുൾ റിച്വൽ. ആൻഡ് ഇനി നമുക്ക് അപ്പം സൺറൈസ് ഓൺ ദ ഹിൽസ് പഠിച്ചു. ആൻഡ് സെക്കൻഡ് ട്രാവൽ എസ്സേ, ഹൊർലയുടെ എസ്സേ പഠിച്ചു. ആൻഡ് ദസ് ദ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? സീക്രട്ട് ടേർട്ടിൽസ് ഓഫ് സ്റ്റോറി നമ്മൾ പഠിച്ചു. ആൻഡ് നൗ മൂവിങ് ഓൺ ടു സാമ്പിൾ ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പം ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരാൻ ചാൻസ് ഉള്ളത്? ആദ്യത്തേത് ഞാൻ പറഞ്ഞു, എന്താണ്? എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇറങ്ങി ചെല്ലുക. നത്തിങ് ക്യാൻ ഡിം, എന്താണ് നേച്ചറിന് ഒന്നും ഡിം ചെയ്യാനായിട്ട് സാധിക്കില്ല. ബിക്കോസ് അതിനെക്കുറിച്ച് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ് 2 ലൈൻസ് എന്നുള്ള ഒരു മെസ്സേജ് എന്തായാലും ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവുന്നതായിരിക്കും. ആൻഡ്
അടുത്ത വരാൻ ചാൻസ് ഉള്ള ഒരു 90% വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ന്യൂസ് റിപ്പോർട്ട്. അത് 2 രീതിയിലായിരിക്കും വരിക, ന്യൂസ് പേപ്പർ റിപ്പോർട്ടും ലൈവ് TV റിപ്പോർട്ടും. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ആൻഡ് എ ലൈവ് TV റിപ്പോർട്ട്? ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഓക്കെ, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്ന് പറയുമ്പം ഓർത്തിരിക്കേണ്ട കുറച്ച് മെയിൻ പോയിന്റ്സ് ഉണ്ട്. ഹെഡിങ് ഉണ്ടാവണം. ഓക്കെ, heading is most important, and what should be the peculiar things about this heading should be brief and catchy. ഓക്കെ, നമുക്ക് ആ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ ഹെഡിങ് ആണല്ലോ നമ്മളൊരു ന്യൂസ് വായിക്കണോ വേണ്ടയോ, നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള സാധനമാണോ അല്ലയോ എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുക. അതേപോലെ തന്നെ ഹെഡിങ് നിങ്ങൾ ക്യാച്ചി ആയിരിക്കണം, ബ്രീഫ് ആയിരിക്കണം, സംഭവം എന്താണെന്നുള്ളതിനെ കുറിച്ചൊരു ചെറിയൊരു ഡീറ്റെയിൽസും അല്ലെങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടണം, വാട്ട് ഈസ് ഇറ്റ് എന്നുള്ളത് കിട്ടണം. ആൻഡ് ഹൂ ഇസ് റൈറ്റിംഗ് ദിസ് എന്നുള്ള സ്റ്റാഫ് റിപ്പോർട്ടറോ അങ്ങനെ എന്ത് വേണമെങ്കിലും എഴുതാം. ദെൻ വി ഹാവ് പ്ലേസ്. ഓക്കെ, പ്ലേസ് ആൻഡ് ഡേ ആൻഡ് പ്ലേസ് അതിൽ എഴുതിയിരിക്കണം, എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ആൻഡ് ഇതിനെ നമുക്ക് മെയിൻലി 3 പാരഗ്രാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് പാരഗ്രാഫ്, സെക്കൻഡ് പാരഗ്രാഫ്, തേർഡ് പാരഗ്രാഫ്. ഫസ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുന്നതിനെ നമുക്ക് ലീഡ് എന്ന് വിളിക്കാം. ഓക്കെ, ഈ ലീഡ് എന്ന് പറയുന്നതിന് ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ ആൻസേഴ്സ് ടു 5 Ws and 1 H. ഓക്കെ, ഈ 5 Ws 1 H എന്നുള്ള 3 ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൻ്റെ ലീഡിന് നമുക്ക് വേണ്ട എല്ലാ ഡീറ്റെയിൽസും കിട്ടും. ഈ 5 Ws എന്തൊക്കെയാണ്? വാട്ട്, വെയർ, വൈ, വെൻ, ഹൂം ആൻഡ് ഹൗ. ആർക്ക്, എങ്ങനെ, എപ്പോൾ, എവിടെ, ഏത് രീതിയിൽ എന്നുള്ളൊരു രീതിയിൽ കിട്ടുന്ന ആ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് ഡീറ്റെയിൽസ് ഫസ്റ്റ് പാരഗ്രാഫിൽ കൊടുക്കുന്നതിനെയാണ് ലീഡ് എന്ന് പറയുന്നത്. അതിനെ നമുക്ക് ഹെഡിങ്ങിൻ്റെ ഇലോബറേഷൻ ആയിട്ട് വേണമെങ്കിലും എഴുതാം. ആൻഡ് ഈ ബോഡി പാർട്ടിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെ സംഭവിച്ചു, എങ്ങനെ ആയിരുന്നു. ഇത് ഫസ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുന്നത് ഷോർട്ടാണ്, അതിനേക്കാൾ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുന്നതാണ് സെക്കൻഡ് പാരഗ്രാഫ് എന്ന് പറയുന്നത്. തേർഡ് പാരഗ്രാഫ് കൺക്ലൂഡിംഗ് ആണ്. ഇപ്പം എന്തെങ്കിലും ഒരു മീറ്റിങ്ങിനെ കുറിച്ചോ വല്ലതും ആണെങ്കിൽ ഇന്ന ആൾക്കാർ പറഞ്ഞു എന്നൊക്കെയുള്ള രീതിയിൽ പറയില്ലേ, അത് അതേപോലെ കോട്ട് ചെയ്തെഴുതുന്ന അല്ലെങ്കിൽ കൺക്ലൂഡിംഗ് ആയിട്ടുള്ള 1-2 സെൻറ്റൻസിൽ തീർക്കുന്നതാണ് ഈ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതേസമയം TV-യിലെ ലൈവ് റിപ്പോർട്ട് എങ്ങനെയാണ്? നമ്മൾ ബ്രേക്കിംഗ് ന്യൂസിൻ്റെ കാലമാണ് അല്ലേ, എപ്പോൾ നോക്കിയാലും ബ്രേക്കിംഗ് ന്യൂസ് മാത്രം കാണുന്ന ഒരു സമയമാണ്. അവിടെ എങ്ങനെയാണ് റിപ്പോർട്ടേഴ്സ് ആക്കുന്നത്? ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. ആദ്യം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഹലോ, എന്താ പറയുക, ഐ ആം ജാക്സൺ, ഐ ആം ഫ്രം BBC ന്യൂസ് ആൻഡ് യെസ് യു ക്യാൻ സീ ദിസ് ആർ ദ തിങ്സ് വിച്ച് ഹാപ്പനിങ് ഹിയർ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ആക്റ്റീവായിട്ട് പറയുന്ന ന്യൂസ് റിപ്പോർട്ടേഴ്സിനെ നമുക്കറിയാം. ഒന്നും വേണ്ട, ഇംഗ്ലീഷ് BBC ഒന്നും കാണണമെന്ന് ഞാൻ പറയില്ല. നമ്മുടെ മലയാളത്തിലുള്ള ഏഷ്യാനെറ്റ് എടുത്താലും മാതൃഭൂമി എടുത്താലും ഏത് വേണം എടുത്താലും എന്താണ് പറയുക, ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ എന്ത് നടന്നു എന്ന് പറഞ്ഞതിന് ശേഷം ക്യാമറാമാൻ ഇന്നയാളോടൊപ്പം ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് പറയുന്ന ഒരു സംഭവം അറിയാലോ, അതേപോലെ തന്നെ. പക്ഷേ സംഭവങ്ങൾ അതേപോലെ പറയുക, പറഞ്ഞിരിക്കുന്നത് ആരാണെന്നുള്ളത് മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആദ്യമാക്കുക. TV റിപ്പോർട്ടിൽ I am Jackson, I am from BBC News. Today we are at എന്ന് പറഞ്ഞിട്ട് എവിടാണോ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ കൊടുക്കുക. അതിന് കുറച്ചും കൂടെ എന്താണ് ഇഫക്റ്റീവ് ആക്കാനായിട്ട് നമുക്ക് എന്ത് ചേർക്കാം? യൂസേജസ് ലൈക്ക് ആസ് യു ക്യാൻ സീ, ഹിയർ വി ഹാവ് എ ഗസ്റ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ആരെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ നമുക്കത് ആക്കാനും സാധിക്കും. സോ ദാറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ന്യൂസ് റിപ്പോർട്ടർ ആൻഡ് എന്താണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ആൻഡ് ലൈവ് TV റിപ്പോർട്ട്. ഒരാൾ പറയുന്നതാണ്, മറ്റേത് പ്രിൻറ്റഡ് ആയിട്ട് വരുന്ന സാധനമാണ്. അത്രയും കാര്യങ്ങൾ ലൈവ് ആകുന്നതും അല്ലാത്തതും മാത്രം ഓർത്തിരിക്കുക. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഷുവർ ക്വസ്റ്റ്യൻസും നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. സോ നെക്സ്റ്റ് വരുന്നത് ഇത് സ്പീച്ചാണ്. സ്പീച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വരാൻ നല്ല ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. സോ എങ്ങനെയാണ് ഒരു സ്പീച്ച് എഴുതാം? ആദ്യം അഡ്രസ്സ് ചെയ്യണം. Respected dignitaries on the dais or respected teachers, my dear friends, today we have gathered here എന്ന് പറഞ്ഞിട്ട് ആരൊക്കെയുണ്ടോ അവരെയൊക്കെ വെച്ചിട്ട് നമുക്ക് എന്താണ് അഡ്രസ്സ് ചെയ്യാണ് ചെയ്യുന്നത്. അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? Today we are here to celebrate എന്ന് പറഞ്ഞിട്ട്, ഇപ്പം എന്തെങ്കിലും സെലിബ്രേഷൻ ആണെങ്കിൽ എന്താണ് സെലിബ്രേഷൻ എന്നുള്ളൊരു രീതിയിൽ കാര്യങ്ങൾ ഇൻട്രൊഡക്ഷൻ പറയുക. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ഷുഡ് ബി ഷോർട്ട്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പോകണ്ട, വളരെ ഷോർട്ടായിട്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ,
അത് കഴിഞ്ഞിട്ടാണ് ബോഡി ഓഫ് ദ സ്പീച്ച് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇസ് കൺക്ലൂഷൻ. ഇപ്പോൾ നമുക്ക് നമുവാന വില്ലേജിലെ ആ ഒരു ടേർട്ടിൽ കോളിംഗ് പോലുള്ള ഒരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് വരാൻ ഏറ്റവും ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു സ്റ്റോറീസ്. നമ്മൾക്ക് റുഡാലിസിനൊക്കെ നടന്നിട്ടുള്ള ഇൻസിഡൻറ്റ് മനസ്സിലായി. ഈവൻ ഇൻ ദിസ് 21st century വി ഫേസ് എ ലോട്ട് ഓഫ് അട്രോസിറ്റീസ് അഗൻസ്റ്റ് വിമൻ. ഈ ഒരു കാലഘട്ടത്തും വിമൻ ഇപ്പോഴും ഇങ്ങനെ പല തരത്തിലുള്ള ചൂഷണങ്ങൾ അനുഭവിക്കുന്നുണ്ട്. സോ കൺസിഡർ ഓർ ഇമാജിൻ യുവർ സെൽഫ് ആസ് ദി ചെയർപേഴ്സൺ ഓഫ് യുവർ സ്കൂൾ ആൻഡ് ഒരു സ്പീച്ച് ഉണ്ടാക്കുക. March 8th വിമൻസ് ഡേക്ക് പറയാൻ പറ്റുന്ന ഒരു സ്പീച്ച് ഉണ്ടാക്കുക എന്നുള്ളൊരു രീതിയിലാണെങ്കിൽ എന്ത് പറയാം? റെസ്പെക്റ്റഡ് ഡിഗ്നിറ്ററീസ് ഓൺ ദ ഡയസ് ഓർ respected teachers, my dear friends, today we have gathered here to celebrate World Women's Day, and as we all know, though we live in the 21st century, even now we face a lot of atrocities against women and the problem is not yet resolved എന്നൊക്കെയുള്ള ഒരു രീതിയിൽ വളരെ നമ്മൾ എങ്ങനെയാണോ ഒരു സ്റ്റേജിൽ കയറി പറയുക അതേപോലെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കണം. ഓക്കെ, ഏറ്റവും നല്ലത് എന്തെങ്കിലും ഒന്ന് കോട്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇത്രയുമാണ് സ്പീച്ചിനെ കുറിച്ച് ഓർത്ത് വെക്കേണ്ട ആ ഒരു ഫോമാറ്റ്. സ്പീച്ചും എസ്സേയും വേറെ ഒരു ബോണസ് പോയിന്റ് ആണ്. സ്പീച്ചും എസ്സേയും എഴുതുന്നതിൻ്റെ ബോഡി ഓഫ് ദി സ്പീച്ചും എസ്സേ എന്ന് പറയുന്നത് ഇസ് കമ്പാരിറ്റീവ്ലി ദ സെയിം. പക്ഷേ സ്പീച്ചിന് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്, ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്യുന്നത് ഇൻക്ലൂഡ് ചെയ്യുന്നു. അത് മാറ്റിയാൽ എസ്സേ ആയി മാറുന്നു. ഈ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുമല്ലോ. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇസ് ട്രാവൽ എസ്സേ. ട്രാവൽ എസ്സേ എന്താണ്? നിങ്ങൾ പോയിട്ടുള്ള ഒരു സ്ഥലത്തെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഗൈഡാണ് ഒരു സ്ഥലത്തെ ആൻഡ് അവിടുത്തെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസിനെ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവിടെ കുറേ ടൂറിസ്റ്റുകൾ വരികയാണ് ആൻഡ് യുവർ ജോബ് ഇസ് ടു ഇൻട്രൊഡ്യൂസ് ദിസ് പെർട്ടിക്കുലർ ലൊക്കാലിറ്റി ടു ദ ടൂറിസ്റ്റ് ഓവർ ദെയർ. അവരെ ഈ ഒരു സ്ഥലം പരിചയപ്പെടുത്തുക എന്നുള്ളൊരു രീതിയിൽ ക്വസ്റ്റ്യൻ വരും. അതല്ലെങ്കിൽ ട്രാവൽ എസ്സേ പോലെ നിങ്ങൾ ഈയിടയ്ക്ക് വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലത്തെക്കുറിച്ച് എഴുതുക. വേറെ ഒന്നുമില്ല, സ്പീച്ച് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് എസ്സേ എഴുതേണ്ടത്. ആ ഒരു അഡ്രസ്സ് ചെയ്യുന്നത് മാത്രം ഒഴിവാക്കുക. പക്ഷേ ട്രാവൽ എസ്സേയും എസ്സേയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എസ്സേ നമുക്ക് ഏത് ടോപ്പിക്കിനെ കുറിച്ചും എഴുതാനായിട്ട് സാധിക്കും. ട്രാവൽ എസ്സേ എന്ന് പറയുന്നത് നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ടാവണം, ആ ഒരു എക്സ്പീരിയൻസസ്. ഇവിടെ HW ലോങ്ഫെല്ലോ ഹിൽസിലേക്ക് ട്രാവൽ ചെയ്തത് കൊണ്ടാണല്ലോ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പോയം ഉണ്ടായത്. അതുപോലെ തന്നെ നമ്മൾ ഒരു സ്ഥലത്ത് പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പോയിന്റ് ബൈ പോയിന്റ്, പോയിന്റ് എന്ന് വെച്ചാൽ പോയിന്റ് ഇട്ട് എഴുതണം നല്ല മിസ് ഉദ്ദേശിച്ചത് എന്താണ്? ടു ദ പോയിന്റ് ആയിരിക്കണം. ഓക്കെ, ഇപ്പോൾ ട്രിവാൻഡ്രത്താണെങ്കിൽ ട്രിവാൻഡ്രത്തുള്ള മക്കളെല്ലാം ഒന്ന് കൈവക്കിക്കേ. അവരെന്താ എഴുതുക? നിങ്ങളുടെ ഒരു ലൊക്കാലിറ്റിയെക്കുറിച്ച് ഒരു സ്ഥലം എഴുതാൻ പറയുകയാണെങ്കിൽ ശംഖുമുഖമുണ്ട്, സൂ ഉണ്ട്, മ്യൂസിയം ഉണ്ട്, എല്ലാം നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ സൂ മ്യൂസിയം ഒക്കെ പറയുകയാണെങ്കിൽ എന്താ, നമുക്ക് അതിൻ്റെ ഹിസ്റ്ററി കൊണ്ടുവരാം. ഇപ്പോഴും ആൾക്കാർ അതിനെ എങ്ങനെ നോക്കി കാണുന്നു എന്ന് പറയാം. അതേപോലെ കോഴിക്കോടാണെങ്കിലോ നമുക്ക് വാസ്കോഡ ഗാമയുടെ ഹിസ്റ്ററി കൊണ്ടുവരാം. ഓക്കെ, അങ്ങനെ എല്ലാ ജില്ലയിലുള്ള കുട്ടികളെല്ലാം അവരുടെ ലൊക്കാലിറ്റി ഒന്ന് പറഞ്ഞേ നമുക്ക് ഏതൊക്കെ പോയിന്റ്സ് ഏതൊക്കെ സ്ഥലങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പം ഹിസ്റ്റോറിക്കൽ കാര്യങ്ങൾ അറിയാമെങ്കിൽ മാത്രം എഴുതുക. അറിയാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് അത് കോംപ്ലിക്കേറ്റഡ് ആക്കണമെന്ന് മിസ് പറയില്ല. അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഹിസ്റ്റോറിക്കൽ സാധനങ്ങൾ എഴുതുക. പിന്നെ ഇപ്പോഴത്തെ അതിൻ്റെ അവസ്ഥ എന്താണ്, അതെങ്ങനെയാണ് ബാക്കി ജനറേഷനിൽ നമ്മുടെ ഒരു കൾച്ചറൽ ഹെറിറ്റേജ് കാണിക്കുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതാനായിട്ട് സാധിക്കുക, എക്സ്പീരിയൻസ് ചെയ്തതുപോലെ തന്നെ. അതേസമയം ട്രാവൽ ഗൈഡ് ഒരു സ്ഥലം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നതാണെങ്കിലോ അപ്പോൾ അവിടെ നിന്നിട്ട് ഒരു സ്പീച്ച് പറയുന്നത് പോലെ തന്നെ. ഓക്കെ, ട്രാവൽ എസ്സേ ന്യൂസ് പേപ്പർ റിപ്പോർട്ടും ലൈവ് TV റിപ്പോർട്ടും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണോ അതേപോലെയാണ് എസ്സേയും ട്രാവൽ എസ്സേയും തമ്മിലുള്ള ഒരു ബന്ധം. എസ്സേ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളവിടെ എഴുതി ഫലിപ്പിക്കുകയാണ്. ട്രാവൽ എസ്സേ എന്ന് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള, ഒരു സ്ഥലത്ത് പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയാണ്. ഇതെല്ലാം മാറി നിന്നൊരു ട്രാവൽ ഗൈഡ് ഒരു പ്ലേസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിലോ അതെന്ന് പറയുമ്പം അവിടെ നിന്നൊരു സ്പീച്ചായിട്ട് പറയാണ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ആൻഡ് നൗ ടുഡേ വി ആർ അറ്റ് ദിസ് പ്ലേസ് എന്ന് പറയുന്നു. ആൻഡ് ദിസ് പ്ലേസ് ഇസ് വെൽ നോൺ ഫോർ, എന്തിനൊക്കെയാണ് അത് ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ എന്തിനൊക്കെയാണ് അതിന് പ്രശസ്തി ഉള്ളതെന്നുള്ളത് പറയുന്നു. ആൻഡ് അവിടെ എന്തെങ്കിലും ലെജൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ലെജൻസ് ആയിട്ടുള്ളവരുണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ
അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഹിസ്റ്റോറിക്കൽ ഈവൻറ്റ്സ് നടന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ സെലിബ്രേഷൻ വളരെ കാര്യമായിട്ട് ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പറയുക. പിന്നെ അവിടുന്ന് വരുന്ന പ്രോഡക്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അങ്ങനെ വളരെ പൊക്കി പറഞ്ഞ് ബാക്കിയുള്ളവർ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്, ബാക്കിയുള്ള ടൂറിസ്റ്റുകളും കൂടെ ഇവിടേക്ക് വരും ദിവസങ്ങളിൽ വരണം എന്നുള്ള ഒരു രീതിയിൽ ട്രാവൽ ഗൈഡ് പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിൽ വേണം ആ ഒരു സ്റ്റോറി പറയാൻ. ഓക്കെ, ആൻഡ് ഓക്കെ, അത്രയേ ഉള്ളൂ. സോ ഇനി നമുക്ക് വരാനായിട്ട് ഉള്ള ചാൻസ് എന്ന് പറയുന്നത് ഡിബേറ്റ് ഉണ്ട്. ഡിബേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ടോപ്പിക്ക് തരും. ഡിബേറ്റ് ഇസ് ദാറ്റ് ഫോർ ഓർ എഗൻസ്റ്റ് ദ ടോപ്പിക്. ചിലപ്പം ക്വസ്റ്റനിൽ വളരെ ക്ലിയർ ആയിട്ട് ഉണ്ടാവും നിങ്ങൾ ഫോർത്ത് ടോപ്പിക്കാണ് പറയേണ്ടതെന്നുള്ളത്. ഇപ്പോൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇസ് എ മസ്റ്റ് പീരീഡ് ഫോർ ഹയർ സെക്കൻഡറി സ്റ്റുഡൻസ്, യു ഷുഡ് സ്പീക്ക് ഫോർ ദ ടോപ്പിക് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ എന്താണ് അതിനെ ഉൾക്കൊണ്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു രീതിയിൽ വേണം പോയിന്റ്സ് പറയാൻ. അതേസമയം എഗൻസ്റ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ AI ഇൻട്രൊഡക്ഷൻ ടു സ്കൂൾ ചിൽഡ്രൻ, അതിനിപ്പോൾ എഗൻസ്റ്റ് ആയിട്ടാണെങ്കിൽ നമുക്ക് എന്തൊക്കെ പോയിന്റ്സ് പറയാം. കുട്ടികൾ എന്താണ് their brain development എന്ന് പറയുന്നത് they will become slaves to this technology and their brain is not working properly. അങ്ങനെയുള്ള രീതിയിൽ ഒരു കാര്യം, ഇതിപ്പോൾ ഞാൻ എക്സാം ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നതല്ല, ഒരു എക്സാമ്പിൾ പറയുകയാണ് ഫോർ ഓർ എഗൻസ്റ്റ് ദ ടോപ്പിക് എങ്ങനെ എഴുതണം എന്നുള്ളത്. പിന്നെ ലെറ്റർ വരുന്നുണ്ട്, ഫോർമൽ ഉണ്ട്, ഇൻഫോർമൽ ഉണ്ട്. ആൻഡ് ഈ ഒരു 3 ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ പിന്നെ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഓഫ് ദി പോയം. ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഓഫ് ദി പോയം. ഇപ്പോൾ നമ്മുടെ സൺറൈസ് ഓൺ ദ ഹിൽസ് എന്നുള്ളൊരു പോയം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു അപ്രിസിയേഷൻ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? ആദ്യം അതിനെ ഓഥർ, ഹൂ ഇസ് ദി പോയറ്റ് ഓഫ് എന്ന് ക്ലിയർ ആയിട്ട് പറയും. ആൻഡ് ഹൂ വാസ് ഹി വാസ് ആൻ ഇൻഫ്ലുവൻഷ്യൽ അമേരിക്കൻ പോയറ്റ് എന്നുള്ളൊരു കാര്യം പറയും. ആൻഡ് സെറ്റിംഗ് എന്താണ്? ഓൺ ദ ഹിൽസ് ആണ്. അതേപോലെ വാട്ട് ഈസ് ദ മെയിൻ തീം ഓഫ് ദി പോയം? മെസ്മറൈസിങ് ബ്യൂട്ടി ഓഫ് നേച്ചർ ആണ്. 3 പാരഗ്രാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ദ ഫസ്റ്റ് പാരഗ്രാഫ് മെയിൻലി ഡീൽസ് വിത്ത് ഹിസ് ഓൺ എക്സ്പീരിയൻസസ്. ഫസ്റ്റ് 2 പാരഗ്രാഫ്സ് ഓഫ് ദ പോയം മെയിൻലി ഡീൽസ് വിത്ത് എന്താണ്? എക്സ്പീരിയൻസസ് ഓഫ് ദി പോയറ്റ്, whereas the last stanza includes the advice of the poet. ആ ഒരു ലൈഫ് ലെസൺ പഠിച്ചിട്ടുള്ളത്. ആൻഡ് ഇറ്റ്സ് റിച്ച് ഇൻ എന്തൊക്കെ ഓഡിറ്ററി വിഷ്വൽ ഇമേജറീസിൽ കൂടെ റിച്ച് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അങ്ങനെ നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോ അതെല്ലാം നല്ല രീതിയിൽ ഒരു ഫോർമാറ്റ് പഠിച്ചു വെച്ച് അതേപോലെ നമ്മൾ കാണാതെ പഠിച്ചെഴുതി പോകുന്നത് പോലെയല്ല, നിങ്ങൾ ആ ഒരു പോയത്തെ ഇൻക്ലൂഡ് അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിലെ പോയിന്റ്സ് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടെന്നുള്ളൊരു രീതിയിൽ ക്രിയേറ്റീവ് ആക്കാനായിട്ട് നോക്കുക. ക്രിയേറ്റീവ് ആകും തോറുമാണ് നിങ്ങളുടെ ആൻസർ ടീച്ചേഴ്സിൻ്റെ മുന്നിൽ കുറച്ച് വ്യത്യസ്തമായിട്ട് ചെന്നെത്തുന്നത്, അല്ലേ? എല്ലാവരും ഒരേ രീതിയിൽ എവിടെന്നെങ്കിലും പഠിച്ചിട്ട് പോയി എഴുതുകയാണെങ്കിൽ എന്താണ്, ഓക്കെ മാർക്ക് കിട്ടും, പക്ഷെ കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ട് നിങ്ങളുടേതായ രീതിയിൽ എഴുതി ഫലിപ്പിക്കാനായിട്ട് നോക്കുക. നിങ്ങൾക്കും ഒരു സന്തോഷം, ടീച്ചേഴ്സിനും ഒരു സന്തോഷം. വേറിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ കേട്ടോ, അവിടെയൊക്കെ നിങ്ങളുടെ മാക്സിമം ക്രിയേറ്റിവിറ്റി ആൻഡ് ഇമാജിനേഷൻ വർക്കൗട്ട് ചെയ്യാനായിട്ട് നോക്കുക. ആൻഡ് അതിൽ കൂടെ നല്ലപോലെ സ്കോർ ചെയ്യാനും സാധിക്കും. സോ നമ്മൾ എന്തൊക്കെ പഠിച്ചു? പോയം പഠിച്ചു, 2 സ്റ്റോറീസ് പഠിച്ചു. ആൻഡ് ഇതിലൊക്കെ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ലൈവ് TV റിപ്പോർട്ട്, ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, ഇത് 2ഉം പഠിച്ചു. ഡിബേറ്റ് വരികയാണെങ്കിൽ അത് നമുക്ക് ഇനി വരും ക്ലാസ്സുകളിൽ പഠിക്കാം കേട്ടോ. അതല്ലാതെ തന്നെ സ്പീച്ച്, എങ്ങനെയാണ് ഒരു സ്പീച്ച് പറയേണ്ടതെന്നുള്ളത്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആൻ എസ്സേ, ട്രാവൽ എസ്സേ, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അതുമാത്രമല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് ചോദിക്കാൻ മറക്കരുത്. മാക്സിമം ഇത് ഷെയർ ചെയ്യുക. ആൻഡ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ആസ്ക് ക്വസ്റ്റ്യൻസ് അറ്റ് എനി ടൈം. പൊക്കോളൂ, ചോദിച്ച് പൊക്കോളൂ. നമുക്ക് പഠിച്ച് തന്നെ മുന്നോട്ട് പോവാം. ഹാഫ് ഇയർലി നമുക്ക് സൂപ്പർ ആക്കാം കേട്ടോ. അപ്പം അടുത്ത മോഡ്യൂൾസുമായി ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും. ഈ പറഞ്ഞ പോയം അല്ലെങ്കിൽ ഈ പറഞ്ഞ ചാപ്റ്റേഴ്സ് എല്ലാം പിന്നെയും ഒന്നും കൂടെ വായിക്കുക, റിവൈസ് ചെയ്യുക. ഇതിൻ്റെ ക്വസ്റ്റ്യൻസുമായിട്ട് ഞാൻ ഇനിയും വരും. ഇപ്പം നിങ്ങൾക്കൊരു ഓവറോൾ ഐഡിയ ഉണ്ടാക്കി തന്നതാണ് എന്താണ് ഇതെന്നുള്ളത്. ക്വസ്റ്റ്യൻസുമായിട്ട് ഞാൻ ഇനിയും വരും. നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഹാഫ് ഇയർലി പൊളിക്കണം. അപ്പോൾ സെറ്റ് അല്ലേ? ഓൾ ദ ബെസ്റ്റ് മക്കളെ. പോയി പൊളിച്ചിട്ട് വാ, പഠിച്ചിട്ട് വാ. ഓക്കെ, ബൈ.